ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ 3 തരം നെയ്യപ്പത്തിൻ്റെ റെസിപ്പീസാണ്. മൂന്നും നമ്മൾ 3 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ കാണിക്കുന്നത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെക്കുന്നുണ്ട്. 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 300 ഗ്രാം ശർക്കര ഉണ്ടായിരിക്കും. ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉരുക്കാനായിട്ട് വെക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കട്ടകളൊക്കെ ഇല്ലാതെ ഉരുകി കിട്ടണം. അതുവരെ നമ്മൾക്ക് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം മെൽട്ടായി കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരണം. ഉരുകി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. നെയ്യപ്പം കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ നെയ്യെല്ലാം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 3/4 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നെയ്യ് ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്യപ്പത്തിൻ്റെ മിക്സിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നെയ്യപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നല്ല പോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത് നല്ലപോലെ ചൂടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അരിപ്പൊടി എടുക്കാം. ഞാനിവിടെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ തന്നെയാണ് മൈദയും കൂടെ അളന്നെടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ മൈദയും കൂടെ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം ചൂടാറി കാണത്തില്ല. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ചൂടാക്കാം. ഞാനിപ്പം ഇവിടെ ചൂടാക്കുന്നില്ല, കാരണം അത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാൻ പോവാണ്. ഇനി ശർക്കര നീര് മതിയായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കാം. അതായത് ചില ടൈപ്പ് അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതാ നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുത്തത് ഞാനിവിടെ അരിച്ചൊഴിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വീണ്ടും ചൂടാക്കിയിട്ടില്ല. ഇനി ഇതും അരിപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമ്മൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കി പകുതി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ശർക്കര നീരിന് നല്ലപോലെ ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം, കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒഴിച്ചു കൊടുത്ത ശർക്കര നീര് ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമ്മളുടെ നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ശർക്കര നീരെല്ലാം ഒഴിച്ചതിന് ശേഷം പിന്നീട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കിയതെല്ലാം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾക്കിനി നോക്കാം ഇതിൻ്റെ കട്ടി എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഓൾമോസ്റ്റ് കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. തീരെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പം എല്ലാം കൂടെ ഒരു ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മളെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടും. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളം ഇനി വേണ്ട. ഇനി വേണ്ടത് 1/4 കപ്പ് റവയാണ്. നമ്മളുടെ നെയ്യപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല.
ഏതായാലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടിയിട്ടുള്ള മിക്സാണ്. നമ്മളിത് ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വറുത്തതിൽ നെയ്യ് കുറവാണെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഇനി ചൂടുവെള്ളമൊന്നും തീരെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരുപാട് ലൂസും അല്ല, അതേസമയം ഒരുപാട് കട്ടിയുമില്ല, കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമ്മൾക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമായിട്ട് പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ജീരകപ്പൊടിയാണ്. ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളുടെ നെയ്യപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ മാത്രം മതി. ബേക്കിംഗ് സോഡ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾക്ക് അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അത് ചൂടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് ചൂടായിട്ടുണ്ട്. എണ്ണയുടെ ചൂടും നമ്മളുടെ ബാറ്ററിൻ്റെ തിക്നെസ്സും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ നെയ്യപ്പം പൊന്തി വരും. നല്ല പോലെ കുമിളയായിട്ട് ഇങ്ങനെ മുകളിൽ പൊങ്ങിയത് നമ്മൾക്ക് കാണാം. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ബാറ്റർ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണയുടെ ചൂടും കറക്റ്റാണ്. ഇനി ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം 2 സൈഡും തിരിച്ചും മറിച്ചുവിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത നെയ്യപ്പം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തീ കുറച്ച് വെച്ചതിന് ശേഷം. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ രണ്ടാമത്തെ നെയ്യപ്പം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊങ്ങി ഇതേപോലെ വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചുവിട്ട് വേവിച്ചെടുക്കുക. ഈ പറഞ്ഞ അളവുകളെല്ലാം വെച്ചിട്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം, ഒന്നുകിൽ നമ്മളുടെ ബാറ്ററി തിക്കായി പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ലൂസാക്കി എടുക്കുക. ഇനി തീ ഒരുപാട് ലോ ഫ്ലെയിം ആയാലും നെയ്യപ്പം ശരിക്കും പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഏകദേശം 15 തൊട്ട് 20 വരെ നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. നെയ്യപ്പത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരും. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ടൈപ്പ് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയോ മൈദയോ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും സോഡാപ്പൊടിയോ ഈനോ സോൾട്ടോ ഇതൊന്നും തീരെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് നേരത്തെ നമ്മൾ ശർക്കര ഉരുക്കി അതേപോലെ തന്നെ ഉരുക്കുന്നുണ്ട്. ഇനി ഇത് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ചൂടോടെയാണ് മറ്റേതിനകത്ത് ഒഴിച്ചു കൊടുത്തത്. ഇതിനകത്ത് നമ്മൾ ശർക്കര നീര് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അരിച്ചു കഴിയുമ്പോൾ ഏകദേശം 500 ml ഉണ്ടായിരിക്കും. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത പോലെ ഇവിടെയും തേങ്ങാക്കൊത്ത് വറുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 500 ഗ്രാം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും എടുക്കാം. ഞാനിപ്പം ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റവയിലേക്ക് 500 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ഫുൾ ക്രീം മിൽക്കാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. റവയെല്ലാം ഈ പാലിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ ഇതാ റവയും പാലും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5-10 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഇതിവിടെ ഒരുമാതിരി നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്. ഇനി നമ്മൾ ശർക്കര നീരെല്ലാം ഒഴിച്ചു കൊടുത്തത് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇത് ലൂസാവും. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട പഴം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി നുറുക്കിയെടുക്കുക. നമ്മൾ നേരത്തെ റവ കുതിരാനായിട്ട് വെച്ചത് കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മളോട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നന്നായി ചൂടാറി വന്ന് കാണും. അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾക്ക് അരയ്ക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. നമ്മൾ നേരത്തെ അവിടെ നേന്ത്രപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക്
1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ക്യുമിൻ സീഡ്സ് എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി വേണ്ടത് ഉപ്പാണ്. 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നീര് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. അത് അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് ശർക്കര നീരിൻ്റെ അളവിലും ചെറിയൊരു വ്യത്യാസം വരും. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ പഴമൊക്കെ ഇതിനകത്ത് ചേർത്തത് കൊണ്ട് തന്നെ ഒരു ട്രിപ്പിൽ കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതായത് 250 ഗ്രാം റവയും 250 ml പാലും 250 ml ശർക്കര നീരും എടുത്താൽ മതി. അപ്പോൾ നേന്ത്രപ്പഴം ഒന്നും മതിയാവും. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ശർക്കര നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ടോട്ടൽ ഇപ്പോൾ 500 ml ശർക്കര നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തിൻ്റെയും എള്ളിൻ്റെയും കൂടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വറുത്തതിൽ നെയ്യ് കുറവാണെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പം ഇവിടെ വേറെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് വറുത്തപ്പം വെള്ള നെയ്യ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നെയ്യപ്പം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അത് ചൂടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനിതിവിടെ വറക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് ചൂടായിട്ടുണ്ട്. എണ്ണയുടെ ചൂടും നെയ്യപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ്സും കറക്റ്റ് ആണെങ്കിൽ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നെയ്യപ്പം നമ്മൾ എണ്ണയിൽ ഒഴിക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് കറക്റ്റ് ചൂടായിരിക്കണം. അപ്പോൾ നെയ്യപ്പം ഇതേപോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നെയ്യപ്പം ഇതേപോലെ നന്നായി വീർത്ത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തീ നമ്മൾക്ക് നന്നായി കുറച്ച് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പം ഇവിടെ തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ നെയ്യപ്പം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് കുറവാണെങ്കിൽ നെയ്യപ്പം ശരിക്കും പൊങ്ങി വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് ഒരുപാടാണെങ്കിൽ നെയ്യപ്പം ആകെ ചുളിഞ്ഞ പോലെയൊക്കെ വരും, കരിയും ചെയ്യും. ഇനി ഇത് തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചോട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ നെയ്യപ്പം തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നെയ്യപ്പമൊക്കെ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എണ്ണയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ വേണം കിട്ടാനായിട്ട്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ടൈപ്പ് നെയ്യപ്പം കൂടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ഇതും ഇൻസ്റ്റൻ്റായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും അരിപ്പൊടിയോ സോഡാപ്പൊടിയോ ഇതൊന്നും വിടേണ്ട ആവശ്യമില്ല. ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ റവയും മൈദയുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് നേരത്തെ നമ്മൾ ശർക്കര ഉരുക്കിയ അതേപോലെ തന്നെ ഇവിടെ ശർക്കര ഉരുക്കുന്നുണ്ട്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ശർക്കര ഉരുക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് ചൂടോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചാൽ മതി. ഇതിനകത്തേക്ക് വേണ്ട തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായിട്ട് ഉരുക്കി വന്നിട്ടുണ്ടായിരിക്കും. തേങ്ങാക്കൊത്ത് വറുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 1.25 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1.25 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റവ എടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെ 1.25 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ 250 ml കപ്പില്ല എങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും തീരെ ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം ചൂടാറി കാണത്തില്ല. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചൂടാക്കാം. ഞാനിപ്പം ഇവിടെ ചൂടാക്കുന്നില്ല, കാരണം അത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് നേരെ അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ശർക്കര നീര് മതിയായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമ്മളുടെ നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ശർക്കര നീരെല്ലാം ഒഴിച്ചതിന് ശേഷം പിന്നീട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കിയതെല്ലാം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾക്കിനി നോക്കാം ഇതിൻ്റെ കട്ടി എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഓൾമോസ്റ്റ് കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം
അതിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. തീരെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇട്ട് കൊടുത്ത റവയൊക്കെ കുറച്ച് നരഞ്ഞു കിട്ടണം. അപ്പോഴാണ് നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടുന്നത്. ഒരുപാട് അടിച്ച് റവയൊക്കെ ഭയങ്കര പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയുടെ വലിയ ജാർ എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ നമ്മൾക്ക് ഒരു ട്രിപ്പിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പം ഇവിടെ വലിയ ജാറിലേക്കാണ് ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ എടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടും. ഇനി നമ്മുടെ നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമായിട്ട് പൊടിച്ചതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഇനി ചൂടുവെള്ളമൊന്നും തീരെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരുപാട് ലൂസും അല്ല, അതേസമയം ഒരുപാട് കട്ടിയുമില്ല. കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തിൻ്റെയും എള്ളിൻ്റെയും കൂടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വറുത്തതിൽ നെയ്യ് കുറവാണെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പം ഇവിടെ വേറെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് വറുത്തപ്പം വെള്ള നെയ്യ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഈ മിക്സ് റെഡിയാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്. ഇനി നമ്മളുടെ നെയ്യപ്പം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടില്ല വെളിച്ചെണ്ണ കൂടെ അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അത് ചൂടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ ഇത് ചൂടായിട്ടുണ്ട്. എണ്ണയുടെ ചൂടും നെയ്യപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ്സും കറക്റ്റ് ആണെങ്കിൽ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നെയ്യപ്പം നമ്മൾ എണ്ണയിൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ചൂടായിരിക്കണം. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഈ നെയ്യപ്പത്തിനകത്ത് നമ്മൾ തീരെ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എണ്ണയിൽ ഒഴിച്ച് ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എണ്ണ ഇതേപോലെ നാക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് വീർത്ത് വരിക. ഒരു കുമ്പിള പോലെ നല്ല പോലെ വീർത്ത് വരും. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരിയും അരിപ്പൊടിയും ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, എണ്ണയുടെ ചൂടാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്